നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ആമസോൺ പ്രൈമിൽ കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ഓ ബേബി എന്ന സിനിമയുടെ വിശേഷമാണ്. 2023 ഡിസംബറിൽ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്. എന്നാൽ തിയേറ്ററിൽ അധികം വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടിയ സിനിമയാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിനിമ ആമസോൺ പ്രൈമിൽ കൂടി OTT റിലീസ് ചെയ്യുന്നത്. 2 മണിക്കൂർ 8 മിനിറ്റുള്ള സിനിമ. ദിലീഷ് പോത്തനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ രഞ്ജൻ പ്രമോദാണ്. നരൻ, മീശ മാധവൻ, ഫോട്ടോഗ്രാഫർ ഇതെല്ലാം ചെയ്ത ആളാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന സിനിമയാണ്. ദിലീഷ് പോത്തനെ കൂടാണ്ട് നമ്മുടെ ഫേമസ് സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പാലേരി ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കരിക്ക് ഫ്ലിക്കിൽ കൂടെ വന്ന നമ്മുടെ വിഷ്ണു അഗസ്ത്യ, RDXലെ മെയിൻ വില്ലൻ, അദ്ദേഹവും ഇതിനകത്തൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ചിനു ശ്യാമളൻ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള അവർ ആണ് ഇതിനകത്ത് ദിലീഷ് പോത്തൻ്റെ ഭാര്യയായിട്ട് മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇത് കൂടാണ്ട് ഒരു പറ്റ ന്യൂ കമേഴ്സ് ഉണ്ട്. എല്ലാവരും കിടിലമാണെന്നല്ലാതെ പറയാൻ പറ്റില്ല. ഒരു ക്യാമറ ചുമ്മാ വെച്ചിട്ട് ഇവരോട് പെർഫോം ചെയ്തോളാൻ പറയുന്നത്, ക്യാമറ ഉണ്ടെന്നുള്ള അറിയാതെ ഇവർ സംസാരിക്കുന്ന പോലെയാണ് ശരിക്കും എല്ലാവരും ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ആ ഒരു വല്യപ്പച്ചനുണ്ട്, ആ വീട്ടിൽ 2 കൊച്ചുമക്കൾ, 2 മക്കളുണ്ട്. ആ 2 കൊച്ചുമക്കൾ, പിന്നെ നടൻ സോമൻ്റെ മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി. നടൻ സോമൻ്റെ മകൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കിടിലമായിട്ട്, മൊത്തത്തിൽ ആക്ടിങ് വൈസ് ആരെക്കുറിച്ച് ഒന്നും പറയാനില്ല, അത്ര ബ്രില്യൻ്റായിട്ട് ഇത് എഴുതി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സിനിമ മൊത്തത്തിൽ ഹൈ റേഞ്ചാണ് പറയുന്നത്. ഏലത്തോട്ടങ്ങളും ഹൈ റേഞ്ചും എല്ലാം അത് വളരെ വ്യക്തമായി, അത് വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുക്കാൻ ശരിക്കും ക്യാമറമാൻ അരുൺ ചാലിന് സാധിച്ചിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം എടുത്തു പറയണമെന്ന് തോന്നി. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. ശരിക്കും വളരെ രസമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ചെറിയൊരു ഒഴുക്കിലാണ് ആദ്യം പോകുന്നത്. നമ്മൾ ആദ്യം തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെന്തോ ഉണ്ടെന്ന്. അതുപോലെയാണ് സിനിമ തുടങ്ങി കൊണ്ടുപോകുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്, പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് ഒരിക്കലും ലാഗ് ഫീൽ ചെയ്യില്ല. കാരണം അതുപോലെയാണ് ഈ സിനിമ ക്യാമറ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല രസമാണ് കണ്ണുകൊണ്ട്. ഒന്നാമത് ഹൈ റേഞ്ചൊക്കെ നല്ല രസമാണല്ലോ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ. അതല്ല, അതുപോലെ ഏലത്തോട്ടങ്ങളും എല്ലാ പരിപാടികളും, അതിന് ഏലം പറിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പരിപാടി ഇങ്ങനെ സിനിമ മുന്നോട്ട് പോകുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ സംഭവം ഒരു ചെറിയൊരു സാധനം നമുക്ക് കിട്ടും, അതായത് ചെറിയൊരു സ്പാർക്ക് കിട്ടും, ഇത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. അവിടെ നിന്ന് ആ സിനിമ ഒരു ട്രാക്ക് പിടിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു 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 രസമായിട്ടെടുത്ത് ടുവേർഡ്സ് ദ എൻ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മൾ തിങ്ക് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്ലീഷ എലമെൻ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇങ്ങനൊരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവാം, ചിലപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ഓർത്തിട്ട് ഇത് അതുപോലെയല്ലേ എന്ന് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിലൊരു സിനിമ എനിക്ക് ഫീൽ ചെയ്തില്ല. അവസാനം നമ്മൾ എന്താണ് വിചാരിച്ചത് അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എടുത്തു പറയണമെന്ന് തോന്നിയ പെർഫോമൻസ് ദിലീഷ് പോത്തൻ. ഓഫ് കോഴ്സ് ദിലീഷ് പോത്തൻ്റെ ആക്ടിങ്ങിനെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതല്ല. സ്വാഭാവികമായിട്ട് ആക്ട് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള ഒരു കഴിവ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ മഹേഷിൻ്റെ പ്രതികാരം മുതൽ കണ്ടതാണ്. ചെറിയ സീനാണെങ്കിൽ പോലും ദിലീഷ് പോത്തനോടൊപ്പം എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയ പെർഫോമൻസ് രഘുനാഥ് പാലേരി വളരെ നന്നായിട്ട് ചെയ്തു. ദിലീഷ് പോത്തൻ്റെ മകൻ ബേസിൽ സൂപ്പറായിട്ട് ആക്ട് ചെയ്തു. ബേസിലിൻ്റെ കാമുകിയായിട്ട് വന്ന പെൺകുട്ടിയുടെ പ്രേമമൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ആ പെൺകുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്, ബ്രില്യൻറ്റ്. ആദ്യമായിട്ട് കാണുന്നതാണ്, അത്ര ബ്രില്യൻ്റായിട്ട് ആ പെൺകുട്ടി ആക്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ രഘുനാഥ് പാലേരി അടിപൊളിയായിട്ട് ചെയ്തു. പുള്ളിക്ക് കിട്ടിയ റോള് ഒരു വല്യപ്പച്ചനുണ്ട്. ആ വല്യപ്പച്ചൻ്റെ റോള് പുള്ളി ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പാരലൈസ്ഡ് ആയിട്ടുള്ള ആളായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതുപോലെ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോമൻ്റെ മകൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ വലിയ ക്രിട്ടിസൈസ് ചെയ്യാൻ പാകത്തിനൊന്നുമില്ല. എങ്കിലും ചില സ്ഥലങ്ങളിൽ റെസ്പോൺസൊക്കെ ഒരു ഇത്തിരി ഇതുപോലെ തോന്നി. പക്ഷേ അത് ആദ്യത്തെ സിനിമയല്ലേ, അതിൽ കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തെന്ന് പറയാം. പിന്നെ രഘുനാഥ് പാലേരിയുടെ കാര്യം ഞാൻ വിഷ്ണു അഗസ്ത്യയുടെ റോള്. വിഷ്ണു അഗസ്ത്യനെ തുടക്കത്തിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തെങ്കിലും ഒരു ചെറിയ വില്ലത്തരത്തിലുള്ള സെറ്റപ്പ് ഉണ്ടാവും നമുക്ക് തുടക്കത്തിലേക്ക് എത്തി. അദ്ദേഹം ആ രീതിയിലാണ് ആ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുന്നവർ. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. എനിക്ക് പേഴ്സണലി ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഓ ബേബി ഫീൽ ചെയ്തത്. ഓ ബേബി, ഈ ബേബി ദിലീഷ് പോത്തൻ
അദ്ദേഹം ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ചുറ്റുപറ്റി നിൽക്കുന്നവർക്കും വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ സിനിമയാണ്. അതെന്താണ് എന്നൊക്കെ കണ്ടു നോക്കിയാലേ മനസ്സിലാവും. അത്രയും രസമായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു ഇത്തിരി സ്ലോയി പോവുമെങ്കിലും ഈ വിഷ്വലി ട്രീറ്റ് ആയതുകൊണ്ട് നമുക്കത് ബോറടിപ്പിക്കില്ല. പിന്നെ മുന്നോട്ട് പോയി ഒരു 50-55 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊരു സ്പാർക്ക് കിട്ടും. ഇതെന്താണ് പോണത്, ഇത് ഇനി എങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് എന്നുള്ളത്. അതുപോലെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. അപ്പോൾ ബൈ ബൈ.